ഏറെ ബഹുമാന്യായ KNA ഖാദർ സാഹിബ് നമ്മളോട് അരാഷ്ട്രീയവാദമുയർത്തുന്ന അരാജകത്വം എന്ന വിഷയത്തെ അധിക്ഷേപിച്ച് സംസാരിക്കും. ഇന്ന് നമുക്ക് മുന്നിൽ ഈ വിഷയം അവതരിപ്പിക്കാൻ ഏറ്റവും പ്രഗത്ഭനായ ഒരാൾ തന്നെയാണ് ബഹുമാന്യായ ഖാദർ സാഹിബ്. ഖാദർ സാഹിബിനെ കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിൻ്റെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വേദിയിലും സദസ്സിലുമുള്ള മുഴുവൻ ആളുകളെയും കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റ് സംഘത്തിന് വേണ്ടി ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ, കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ തൽപരരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കടത്തനാട്ട് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ 3ാം തവണയും പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഞാൻ എൻ്റെ സന്തോഷം രേഖപ്പെടുന്നു. അരാഷ്ട്രീയവാദവും അരാജകത്വവും അല്ലെങ്കിൽ അരാജകവാദം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുവാനുള്ളത്. ഇത് വളരെയേറെ വിശദമായി പരിശോധിക്കപ്പെടേണ്ടുന്ന ഒരു വിഷയമാണെന്ന് പറയാം. അല്ലെങ്കിൽ വളരെ വേഗം അവസാനിപ്പിക്കാവുന്ന ഒരു സംഗതിയാണ്. അരാഷ്ട്രീയം എന്ന് നമ്മൾ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ രാഷ്ട്രീയം നമുക്ക് ഓർമ്മയാവും. ആ രാഷ്ട്രീയത്തിൻ്റെ അഭാവം അല്ലെങ്കിൽ വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ ധാരണകളിൽ നിന്നും മാറി ആ ധാരണകളോട് കലഹിച്ചുകൊണ്ട് മറ്റൊരു വഴി സഞ്ചരിക്കുമ്പോഴാണ് നമ്മളവരെ കുറ്റപ്പെടുത്തുന്നത് അരാഷ്ട്രീയം. രാഷ്ട്രീയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ മനുഷ്യവംശത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി ഒരുപക്ഷെ നീതിബോധത്തിൽ നിന്ന് അല്ലെങ്കിൽ സത്യാന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് രാഷ്ട്രീയ ചിന്തകൾ മനുഷ്യരിൽ ഉടലെടുത്തിട്ടുള്ളത് എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു കാലത്ത് മനുഷ്യർ രാഷ്ട്രീയമേ ഇല്ലാതിരുന്ന കാലം, രാഷ്ട്രങ്ങളില്ലാതിരുന്ന കാലം, സംഘടിതമായ ഒരു മനുഷ്യവംശം എന്ന് തന്നെ പറയാനാവാത്ത കാലം, ഏതാണ്ട് 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിലെ ജിബൂട്ടി, എരിത്രിയ തുടങ്ങിയ സ്ഥലങ്ങളിലെ സാഗ്രോസ് മലയിലെ ഒരു ഗുഹയിൽ നിന്ന് 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരു മനുഷ്യൻ്റെ ഫോസിൽ കണ്ടെടുത്തതിനെ തുടർന്ന് മനുഷ്യവംശത്തെക്കുറിച്ച് ആർക്കിയോളജി, ആന്ത്രപ്പോളജി, പാലിയൻറ്റോളജി, ജനറ്റിക്സ്, ലിംഗ്വിസ്റ്റിക് തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ എത്തിച്ചേർന്ന ഒരു നിഗമനമാണ് 3 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരുണ്ടായത്. ആ മനുഷ്യർക്ക് അന്ന് അവരാഹാരം തേടി, ജീവിത സാഹചര്യങ്ങൾ തേടി, നല്ല കാലാവസ്ഥ, അനുയോജ്യമായ കാലാവസ്ഥ തേടി അവർ തേടിപ്പോകുന്നത് കാലാവസ്ഥയാണെന്നൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അവരന്നം തേടിയാണ് പോകുന്നത്, ആഹാരം തേടിയാണ് പോകുന്നത്. കണ്ടെത്തേണ്ട സ്ഥലം ഏതാണെന്നും അവർക്കറിയില്ല. അവർ സ്വാഭാവികമായി നടന്ന് ലക്ഷക്കണക്കിന് വർഷങ്ങൾ നടന്നാണ് സിന്ധു നദിയുടെയും ഗംഗയുടെയും ടൈഗ്രീസിൻ്റെയും യൂഫ്രട്ടീസിൻ്റെയും നൈൽ നദിയുടെയും തീരത്തെത്തിച്ചേർന്നു. അങ്ങനെ അനേക ലക്ഷം വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ ഏത് കാലഘട്ടത്തിലും ഒരു രാഷ്ട്രീയമുണ്ടായിരുന്നു, കക്ഷി രാഷ്ട്രീയമുണ്ടായിരുന്നു, അരാഷ്ട്രീയവാദം എന്നറിയപ്പെടുന്ന എന്തോ ഒന്നും ഉണ്ടായിരുന്നു എന്നൊന്നും സങ്കല്പിക്കരുത്. അതെല്ലാം വളരെ അടുത്ത കാലത്ത് ആവിർഭവിച്ച നമ്മുടെ ചിന്തയുടെ സമകാലികമായ ഒരു നാമമാണ് അരാഷ്ട്രീയവാദം. രാഷ്ട്രങ്ങൾ ഉണ്ടായതിന് ശേഷമാണ് രാഷ്ട്രീയ ചിന്ത ഉണ്ടായിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ മനുഷ്യർക്ക് പരസ്പരം സഹായിക്കണമെന്നും ഒരു നീതിബോധം ഉണ്ടാകണമെന്നും, നീതിയൊക്കെ അവൻ്റെ ഹൃദയത്തിൽ ജന്മസിദ്ധമായി തന്നെ മൂല്യബോധം, പരസ്നേഹം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള വ്യഗ്രത, അവന് പ്രകൃതിദത്തമായി ഉണ്ടായിട്ടുള്ള അവൻ്റെ വിശപ്പടക്കാനും ഒക്കെയുള്ള ആഗ്രഹം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളിൽ നിന്ന് രാഷ്ട്രങ്ങളുണ്ടായി കഴിഞ്ഞതിന് ശേഷം ആണ് വാസ്തവത്തിൽ രാഷ്ട്രീയം എന്ന ചിന്ത വന്നത്. അപ്പോൾ ആ അന്വേഷണത്തിൽ നിന്നാണ്, സ്വന്തം
അസ്തിത്വം നിലനിൽക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, കരുണ, ധർമ്മം, സത്യം, നീതി, ഇതൊക്കെ മനുഷ്യരിലുണ്ടായിരുന്നു. അത് അന്വേഷിച്ച് നടന്ന ആ അന്വേഷണത്തിൽ നിന്നാണ് ഒരു പക്ഷേ രാഷ്ട്രീയവും ഉത്ഭവിച്ചിരിക്കുക എന്നാണ് ഞാൻ കരുതുന്നത്. ആ അന്വേഷണത്തിലൂടെ പല വഴികൾ നമ്മൾ കണ്ടെത്തി. ഇവിടെ ധാരാളമായി ഈ ഭൂമിയിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ, ഭൂമിക്കടിയിലും കടലിനടിയിലും നമ്മുടെ ചുറ്റുപാടുകളിലുമുള്ള വിഭവങ്ങൾ സമാഹരിച്ച്, അല്ലെങ്കിൽ ആ വിഭവങ്ങൾ എല്ലാവർക്കും ഉപയോഗപ്രദമായ രീതിയിൽ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചനയിൽ നിന്ന്, നല്ല ചിന്തയിൽ നിന്ന് തന്നെയാണ് രാഷ്ട്രീയം ഉണ്ടായത്. രാഷ്ട്രവുമായി ബന്ധപ്പെട്ടതെല്ലാം രാഷ്ട്രീയമാണ്. പക്ഷേ വ്യവസ്ഥാപിത രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ കൺമുമ്പിലുള്ള രാഷ്ട്രീയം അനാവരണം ചെയ്യുമ്പോൾ നമുക്ക് ഈ സത്യവും ഈ നീതിയും എവിടെ നിന്ന് പുറപ്പെട്ടു, എന്തിനു വേണ്ടി ആരംഭിച്ചു എന്ന ചോദ്യങ്ങളൊക്കെ ഏതാണ്ട് നിരാശാജനകമായ ഉത്തരങ്ങളാണ് തരിക. അപ്പോൾ മനുഷ്യനിൽ വന്ന ആ മാറ്റം, പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന സമ്പത്ത് മുഴുവൻ എല്ലാ വിഭാഗം ആളുകൾക്കും സഹജീവികൾക്കും ലഭ്യമാക്കണമെന്ന ആഗ്രഹം, അതൊക്കെ കാലക്രമത്തിൽ മാറ്റം വരികയും, അല്ലെങ്കിൽ അങ്ങനെ എല്ലാവർക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടി ചില പ്രത്യയശാസ്ത്രപരമായ അടിസ്ഥാനത്തിൽ മനുഷ്യർ സംഘടിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോഴാണ് രാഷ്ട്രീയം ഉത്ഭവിക്കുന്നത്. ഇന്ന് പ്രത്യയശാസ്ത്രത്തിൻ്റെ ഒരു വന്ധ്യതയാണ്, വന്ധ്യമായ പ്രത്യയശാസ്ത്രം, അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായ ആശയപരമായ പാപ്പരത്വം എന്നൊക്കെ പറയാവുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏതൊരു നല്ല കാര്യവും നമ്മൾ ആരംഭിക്കുന്നത് ഒരു നല്ല ലക്ഷ്യത്തോടു കൂടിയായിരിക്കും. സമാന മനസ്കരായ ആളുകൾ ഒന്നു ചേർന്ന് നമുക്കെല്ലാ മനുഷ്യർക്കും സുഖം വേണം, സമാധാനം വേണം, ആഹാരം വേണം, വസ്ത്രം വേണം, തൊഴിൽ വേണം, നമുക്ക് സഹകരിച്ച് ഒരുമിച്ച് ജീവിക്കണം എന്നൊരു ലക്ഷ്യത്തോടു കൂടി അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ സമാന മനസ്കരായി ഒരു രാഷ്ട്രീയ കക്ഷിയോ എന്ത് പേര് വിളിക്കാവുന്നൊരു സംഘം ഉണ്ടാക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ആ സംഘത്തിന് സംഭവിക്കുന്ന, കുറച്ച് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഉടനെയല്ല, വർഷങ്ങൾ കൊണ്ട് ആ പ്രസ്ഥാനത്തിന് സംഭവിക്കുന്ന അപജയം ഒന്ന് സ്ഥാപനവൽക്കരണമാണ്, ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ എന്ന് പറയും. സ്ഥാപനവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർക്കൊന്നും നമ്മൾ എന്തിനാണത് ഉണ്ടാക്കിയത് എന്നുള്ള ചോദ്യം പിന്നില്ല, അത് സ്വയം ചോദിക്കപ്പെടുന്നില്ല. അപ്പോൾ പിന്നെ ആ ഒരു പ്രസ്ഥാനമായി, ആ പ്രസ്ഥാനത്തിന് ഓഫീസായി, അതിന് ഭാരവാഹികളായി, അതിൻ്റെ സൗകര്യങ്ങളായി, ഫയലായി, കെട്ടിടങ്ങളായി അത് നിലനിർത്തിക്കൊണ്ടു പോവുക, ഈ സംവിധാനം നിലനിർത്തുക എന്നതിലേക്ക് താഴും. ഐഡിയോളജിക്കലായിട്ടുള്ള പാപ്പരത്വം വരും. അങ്ങനെ വരുമ്പോൾ സമൂഹത്തിൽ വലിയ അസംതൃപ്തി ജനിക്കും. അപ്പം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, നന്മയ്ക്കു വേണ്ടിയുള്ള അന്വേഷണത്തിലൂടെ ആരംഭിക്കുന്ന രാഷ്ട്രീയവും അതുപോലുള്ള സിദ്ധാന്തങ്ങളും സംഘടനകളുമൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ പലപ്പോഴും അപജയം അല്ലെങ്കിൽ മൂല്യച്യുതി അനുഭവിക്കുന്നൊരു സ്ഥിതി വരും. അപ്പോൾ അതിനെതിരെ ഈ രാഷ്ട്രീയം ഒന്നും ആവശ്യമില്ല, ഇവരൊന്നും നേരാവുകയില്ല, ഇവരൊന്നും നല്ലതിനു വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് എന്ന ഒരു ബോധം ഒരു നല്ല ശതമാനം ആളുകൾ ജനിക്കാൻ അത് ഇടയാക്കും. പിന്നെ വേറൊരു വിഭാഗം ബോധപൂർവമല്ലാതെ നിസ്സംഗത പാലിക്കും. സമൂഹത്തിലെ ഏത് അനീതിയോടും നിസ്സംഗത പാലിക്കുക, അതിനെതിരെ പ്രതിരോധിക്കാതിരിക്കുക അല്ലെങ്കിൽ പ്രതിഷേധിക്കാതിരിക്കുക. അങ്ങനെയുള്ള ആ നിസ്സംഗത സമൂഹത്തിൽ വരുമ്പോൾ നല്ലൊരു വിഭാഗം ആളുകൾ ഇതിനെ ഒരു രാഷ്ട്രീയമോ ഒരു പാർട്ടിയോ ഒരു കക്ഷിയോ ഒരു ഗവൺമെൻറ്റോ ഒന്നും ആവശ്യമില്ലാത്തതാണ് എന്ന അപകടകരമായൊരു വിശേഷത്തിലേക്ക് അവർ മുതലകൂപ്പ് കുത്തിപ്പോകാനുണ്ട് ഇടയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവരാരും ശരിയാവില്ല എന്ന്. ഇപ്പോൾ ഇപ്പോഴത്തെ സമകാലിക രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാർ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പരസ്പരം അഴിമതി ആരോപണങ്ങൾ, കുറ്റങ്ങൾ, കൊള്ളരായ്മകൾ ധാരാളമായിട്ട് വിളിച്ചു പറയുമ്പോൾ പുതിയ ജനവിഭാഗത്തിൽപ്പെടുന്ന ജനറേഷനിൽപ്പെടുന്ന മനുഷ്യർ ഇവരാരും ശരിയാവില്ല എന്നൊരു തോന്നൽ വന്നാൽ അവർക്ക് എന്തുണ്ടാവും? ആരും ശരിയാകായ്മ എന്നവരുടെ മനസ്സിൽ വന്നാൽ അവർ അരാഷ്ട്രീയവാദികളായിത്തീരും. നിങ്ങളാരും നേരാവില്ല, നിങ്ങളെല്ലാവരും ഒരുപോലെ തന്നെയാണ്, ഒന്നിനെ കവച്ചു വെക്കാനില്ല എന്ന് തോന്നി തുടങ്ങിയാൽ അത് മുതിർന്നവരും ഈ സമൂഹത്തിലെ വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉണ്ടാക്കിയ അസംതൃപ്തിയിൽ നിന്നാണ് വാസ്തവത്തിൽ അരാഷ്ട്രീയവാദം ഉടലെടുക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും.
അങ്ങനെ ആ രാഷ്ട്രീയവാദം ഉടലെടുത്ത് അതിൻ്റെ വേറൊരു എൻഡാണ് അരാജകവാദം എന്ന് പറയുന്നത്. അരാജകവാദം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഗവൺമെൻറ് ആവശ്യമില്ല, ഒരു മന്ത്രിസഭ ആവശ്യമില്ല, ജനപ്രതിനിധികൾ ആവശ്യമില്ല, ഇതൊന്നും ആവശ്യമില്ല എന്നുള്ള മട്ടിൽ ഇവർക്കൊന്നും ലോകത്ത് നീതി ചെയ്യാനാവുകയില്ല എന്ന് തോന്നുമ്പോൾ ആ അരാജകവാദം എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന ആ സാഹചര്യത്തിലേക്ക് മനുഷ്യർ എത്തിച്ചേരും. അപ്പോൾ അരാഷ്ട്രീയത്തിൽ നിന്നാണ് വാസ്തവത്തിൽ അരാജകവാദം തന്നെ ഉടലെടുക്കുന്നത്. പക്ഷേ ഈ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളും അതിലുള്ള ആളുകളും എന്ത് പറയും? ഈ പുതുതായി വന്ന രാഷ്ട്രീയവാദികളെയും അരാജകവാദികളെയും ഒക്കെ കുറ്റപ്പെടുത്തും. അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, അവരൊന്നും നേരാവില്ല. അവരെ ഈ പുതിയ തലമുറ, നമ്മളിപ്പോൾ സാധാരണ പറയുമ്പോൾ പറയും ഈ പുതിയ തലമുറ അവർക്ക് രാഷ്ട്രീയമില്ല, അവരിവിടെയുള്ള അനീതിയോടൊന്നും പ്രതികരിക്കുന്നില്ല, അവർക്ക് ധർമ്മ ബോധമില്ല, അവർക്ക് അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല, അവർ വേറൊരു ലോകത്തിലാണെന്ന് പറഞ്ഞ് ഈ പുതിയ സമൂഹത്തെ നമ്മൾ കുറ്റപ്പെടുത്തും. വാസ്തവത്തിൽ ഈ പുതിയ തലമുറ ആ കുറ്റം കേൾക്കാൻ ബാധ്യതയുള്ളവരാണോ? ഒരിക്കലുമല്ല. അവർ ഒരു അന്വേഷണം വേറെ തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ സത്യത്തിനും നീതിക്കും ഈ ഭൗതിക സമ്പത്ത് മുഴുവൻ പങ്കുവെക്കുന്നതിനും വേണ്ടിയൊക്കെ ആരംഭിച്ച വലിയ പ്രത്യയശാസ്ത്രങ്ങളുണ്ടായിരുന്ന ആദർശങ്ങളുണ്ടായിരുന്ന പ്രസ്ഥാനങ്ങൾ നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ അവരൊന്നിനും കൊള്ളാത്തവരായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വേറൊരു വഴി ആലോചിക്കട്ടെ എന്ന് ചിന്തിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. അതുകൊണ്ട് അവരൊരു വേറൊരു വഴി ആലോചിക്കുമ്പോൾ ആ വഴി അപരിചിതമായ മുതിർന്ന നമ്മൾ അവരെ ആക്ഷേപിക്കും. അവർ കൊള്ളില്ല, അവർ വളരെ ആപൽക്കരമാണ്, അവർക്ക് ഈ സമൂഹത്തിലെ കാര്യങ്ങളോടൊന്നും ഉത്തരവാദിത്തമില്ല. ഈ മനുഷ്യൻ്റെ തന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രതികരണം മാത്രമല്ല ഒരു സംഗതിയോടുണ്ടാവുക. ഇപ്പോൾ ഈ ടൗൺ ഹാളിൻ്റെ പുറത്ത് നമ്മൾ ഇറങ്ങി നിന്നു, ഒരു വാഹനം പോയി, ഒരു കുഞ്ഞ് വിലങ്ങനെ ഓടിയ കുഞ്ഞ് വണ്ടി ഇടിച്ച് വീണു എന്ന് വിചാരിക്കും. അവിടെ നമ്മൾ ഒരു 3-4 പേര് കണ്ടു നിൽക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണോ തോന്നുക? ഞാൻ പറയാം, അത് ആ പരിചയമുള്ള ഡ്രൈവറാണ് എനിക്ക്, അവൻ അല്ലെങ്കിലും വളരെ വേഗത്തിൽ വണ്ടി ഓടിക്കുന്നവനാണ്, ഒരു ശ്രദ്ധയില്ലാത്തവനാണ്. വേറെ ആൾ പറയും ഡ്രൈവറുടെ കാര്യം പോട്ടെ, ഈ കുഞ്ഞിനെ ഈ നടുറോട്ടിലേക്ക് പറഞ്ഞു വിട്ടാൽ രക്ഷിതാക്കളെ വേണ്ട പറയാൻ. വേറൊരുത്തം മത്സ്യം വാങ്ങി ഒരഭിപ്രായം പറയാതെ എൻ്റെ മധ്യത്തിലൂടെ നടന്നു പോകും, ഇതൊന്നും കാണാത്ത മട്ടിൽ. അപ്പോൾ 3 വിഭാഗം ഉണ്ട് അവിടെ. അടിയന്തരമായി തീവ്രവാദപരമായി പ്രതികരിക്കുന്ന ഡ്രൈവറെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറയുന്നവരും ഈ രക്ഷിതാക്കളെ ആക്ഷേപിക്കുന്നവരുണ്ട്. ഇതൊന്നും എനിക്ക് ബാധകമല്ല എന്ന് പറയുന്ന എസ്കേപ്പിസ്റ്റുകളുണ്ട്. അത് സമൂഹത്തിലെ ഏത് പ്രതിഭാസങ്ങളോടും മനുഷ്യൻ്റെ ഒരു സമീപനം അങ്ങനെ. അപ്പോൾ ഈ ഒരു സാഹചര്യം ലോകത്ത് ഉണ്ടാകാൻ എന്താണ് കാരണം? ഇന്ത്യയിൽ മാത്രമല്ല ഇതര രാഷ്ട്രങ്ങളിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ആ നേരത്തെ ഞാൻ പറഞ്ഞ ഈ എസ്കേപ്പിസ്റ്റ് ടെൻഡൻസിയുള്ള പ്രവണതയുള്ള മനുഷ്യർ പിന്നെ ആ എസ്കേപ്പിസത്തിന് വേണ്ടി മയക്കുമരുന്നിൻ്റെയും ലഹരികളുടെയും ഈ സമൂഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഓടി ഒളിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ആവശ്യമായിട്ടുള്ള മയക്കുമരുന്നിൻ്റെ അടിമകളായോ അതുപോലെ വേറെ ഏതെങ്കിലും തരത്തിൽ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയണ്ട എന്ന മട്ടിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ അതിനെയൊക്കെ നേരെയാക്കി കൊണ്ടുവരികയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഈ സമൂഹത്തിൽ നമുക്കറിയാം, ഇപ്പോൾ ഇന്ന് ഒരു കോർപ്പറേറ്റുകളുടെ കാലമാണ്, സാമ്രാജ്യത്വത്തിൻ്റെ കാലമാണ്. സാമ്രാജ്യത്വം കാറൽ മാർക്സ് പോലും സാമ്രാജ്യത്വം വിഭാവനം ചെയ്തിട്ടില്ല. സാമ്രാജ്യത്വം വിഭാവനം ചെയ്തത് ലെനിനാണ്. പുതിയ കാലഘട്ടത്തിൽ മുതലാളിത്തത്തിൻ്റെ വളർച്ചയിൽ നിന്നാണ് സാമ്രാജ്യത്വം ഉടലെടുക്കുന്നത്. ആ സാമ്രാജ്യത്വം അതിതീവ്രമായ തരത്തിൽ ജനവിരുദ്ധമായി പ്രവർത്തിക്കുന്നൊരു കാലം വന്നു. ഇപ്പോൾ നമ്മൾ വെനസ്വേലയെക്കുറിച്ച് പറയുന്നതൊക്കെ ഒരു പുതിയ കാര്യമല്ല. കുറേ വർഷങ്ങളായി ഈ അമേരിക്കൻ ഇമ്പീരിയലിസം എന്ന് പറയുന്നത് ഇതൊക്കെ മനുഷ്യർ കാണുന്നുണ്ടല്ലോ. ഈ അമേരിക്കൻ സാമ്രാജ്യത്വം നമ്മൾ വിളിക്കുന്ന അമേരിക്കക്കാരും അധിനിവേശക്കാരാണ്. യൂറോപ്യന്മാർ അമേരിക്കയിലേക്ക് കടന്നു വന്ന് അവിടെ ആധിപത്യം സ്ഥാപിച്ച് ഈ ട്രംപ് ഉൾപ്പെടെയുള്ള ആളുകൾ അധിനിവേശ ശക്തികളുടെ ഭാഗമാണ്. അവരങ്ങനെ അധിനിവേശിച്ചതാണ്, അല്ലാതെ അമേരിക്ക അങ്ങനെ കൊളംബസ് കണ്ടുപിടിച്ചു എന്ന് പറയുന്ന കഥകളിൽ നിന്നല്ല അമേരിക്ക ഉണ്ടാകുന്നത്. അപ്പോൾ ആ സാമ്രാജ്യത്വ ശക്തികൾ അവരെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നു? ഇന്ന് നിങ്ങൾ അരാജകത്വം അരാഷ്ട്രീയത എന്നൊക്കെ പറയുന്നുണ്ട്. അതിനേക്കാൾ ഇത്രയും ആപൽക്കരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഭൂമി രാത്രിയിൽ നിങ്ങൾ പുറത്തിറങ്ങി നോക്കിയാൽ ആകാശത്ത് ഇതുപോലെ ധാരാളം നക്ഷത്രങ്ങൾ കാണാം. ചിലതിങ്ങനെ ചലിക്കുന്നത് കാണാം, മെല്ലെ പോകുന്നതും എളുപ്പം പോകുന്നതും കാണാം. വേഗത്തിൽ സഞ്ചരിക്കുന്നതിനെ നമ്മൾ ഉൽക്ക എന്ന് പറയും. മെല്ലെ പോകുന്നതൊക്കെ സാമ്രാജ്യത്വ ശക്തികളുടെ ഉപഗ്രഹങ്ങളാണ്, ചാര ഉപഗ്രഹങ്ങളാണ്. അവർ ഭൂമിയെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ആ സ്കാനിങ്ങിൽ കടലിൽ എവിടെയാണ് മുത്തുള്ളത്, എവിടെയാണ് പവിഴമുള്ളത്, എവിടെയാണ് എണ്ണയുള്ളത്, എവിടെയാണ് മറ്റ് സൗകര്യങ്ങളുള്ളത് നോക്കിക്കൊണ്ടിരിക്കുക, ഭൂമിയിലും കടലിലും. അതവർ മാർക്ക് ചെയ്തിട്ട് ഏത് രാജ്യത്താണ്, ഏത് പ്രദേശത്താണ് നല്ല മത്സ്യമുള്ളത് അല്ലെങ്കിൽ എണ്ണയുള്ളത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നത്തെ പ്ലാൻ അത് ഏത് സ്ഥലമാണെന്ന് മനസ്സിലാക്കി അവിടുത്തെ ഭരണാധികാരിയെ തകർത്ത് ആ എണ്ണ സ്വാംശീകരിക്കുന്നതിന് കൈവശപ്പെടുന്നതിന് വേണ്ടി അവിടെ ഒരു പാവ ഗവൺമെൻറ്റിനെ സൃഷ്ടിക്കലാണ് അടുത്ത നടപടി. അങ്ങനെ ഈ അമേരിക്കൻ ഇമ്പീരിയലിസം വെനിസ്വേലയിൽ മാത്രമല്ല, ക്യൂബ, അമേരിക്കയുടെ വൈറ്റ് ഹൗസിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരത്തുണ്ടായിരുന്ന ക്യൂബ, ആ ക്യൂബയിലെ ഫിദൽ കാസ്ട്രോയെ കൊല ചെയ്യുന്നതിന് വേണ്ടി 12 തവണ ശ്രമം നടത്തിയിട്ടുണ്ട് CIA ഏജൻറ്റുമാരും മൊസാദും ഒക്കെ ചേർന്ന്. അതിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ചുരുട്ടിൽ വരെ വിഷം കലർത്തി വെച്ചിട്ടുണ്ട്. അദ്ദേഹം നല്ല ചുരുട്ട് വരിക്കാരനായിരുന്നു. അദ്ദേഹം രക്ഷപ്പെട്ടു. അതുപോലെ ഗോട്ടിമാലയിൽ ജേക്കബ് അർബൻസ്, കോങ്കോയിൽ പട്രീസ് ലുമുമ്പയെ വിഷം കൊടുത്ത് കൊന്നതാണ്. ജേക്കബ് അർബൻസിനെ കൊന്നതാണ്. ബംഗ്ലാദേശിൽ ഷെയ്ഖ് മുജീബുർ റഹ്മാനെയും കുടുംബത്തെയും കൊന്നിട്ട് അത് അധിനിവേശത്തിലാക്കി. അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയനും അമേരിക്കയും കയ്യേറി അവിടുത്തെ എണ്ണയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി, വിഭവങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചുവെങ്കിലും പിന്നീട് അവർ രണ്ടും പിന്മാറി. ഇനി അവർക്ക് വന്നുകൂടായികയില്ല. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുപോലെ ചിലിയിൽ അലണ്ടയുടെ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് പിനോഷയുടെ പട്ടാള ഭരണം സ്ഥാപിച്ചു. അപ്പോൾ ഈ ലോകത്ത് എന്തെങ്കിലും മനുഷ്യർ അരാജകവാദികളും അരാഷ്ട്രീയവാദികളും ആകുന്നതിൽ കുറ്റം പറയാൻ പറ്റുമോ? ഈ ലോകത്തൊരു വ്യവസ്ഥ ഉണ്ടോ? ഒരു നീതി ഉണ്ടോ? നമ്മൾ യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന കേട്ട പരമപുച്ഛമാണ്. യുണൈറ്റഡ് നേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനും കൊള്ളാത്ത, ഒരു അധികാരവും ഇല്ലാത്ത, കേവലം പ്രമേയങ്ങൾ പാസ്സാക്കുന്നു, അമേരിക്ക വീറ്റോ ചെയ്യുന്നു. ഈ 5 രാജ്യങ്ങൾക്ക് ഏത് സമയത്തും ഏത് പ്രമേയത്തെയും വീറ്റോ ചെയ്യാം. ഒരു സംഗതിയും ലോകത്ത് നടത്താൻ സാധിക്കാത്ത നിസ്സംഗരായിട്ടുള്ള, നിസ്സഹായരായിട്ടുള്ള ഒരു സഭയാണ് യുണൈറ്റഡ് നേഷൻസ്, ഐക്യരാഷ്ട്രസഭ എന്ന്. ഐക്യരാഷ്ട്രസഭയുടെ ആര് എന്ത് പറഞ്ഞാലും അവിടെ എന്ത് പ്രമേയം പാസ്സാക്കുകയും 300-ലധികം പ്രമേയങ്ങളെ മറ്റോ ഇസ്രായേലിന് വേണ്ടി അമേരിക്ക വീറ്റോ ചെയ്യുകയും ഇസ്രായേൽ അനുസരിക്കാതെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട് പാലസ്തീൻ സംബന്ധിച്ച്. അപ്പോൾ ഈ ലോകത്തിനൊരു ഭരണകൂടം ഉണ്ടോ? ലോകത്തൊരു സമാധാനം സ്ഥാപിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഒരു നേതൃത്വമുണ്ടോ? അതിന് ശക്തമായൊരു രാഷ്ട്രീയ ശക്തി നമ്മുടെ മേലുണ്ടോ എന്ന് പരിശോധിച്ചാൽ ഉള്ളത് നിസ്സംഗരും നിസ്സഹായരും ഹെൽപ്ലെസ് ആയിട്ടുള്ള സ്ഥിതിയെന്ന് മനസ്സിലാവും. അതുപോലെ ഇപ്പോൾ അമേരിക്കൻ സാമ്രാജ്യത്തിന് അമേരിക്കൻ പ്രസിഡൻറ്റുമാർക്ക് വേറൊരു രാജ്യത്ത് കടന്ന് അവിടുത്തെ പ്രധാനമന്ത്രിയെയും പ്രസിഡൻറ്റിനെയും അറസ്റ്റ് ചെയ്യാനും തൂക്കിക്കൊല്ലാനും ഒക്കെ എന്താണ് അധികാരമുള്ളത്? ഈ ഞാൻ നേരത്തെ ഉപഗ്രഹങ്ങൾ നടന്ന് മാർക്ക് ചെയ്ത് സഞ്ചരിച്ച് അവർ കണ്ടുവച്ച എല്ലാ പ്രദേശത്തും അവർ ഭരണകൂടങ്ങളെ മാറ്റി പുതിയ ഭരണകൂടങ്ങളെ സ്ഥാപിക്കുകയാണ്. ഇതിനൊക്കെ ചോദ്യം ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഏതെങ്കിലും ശക്തിക്ക് സാധിക്കുമോ? അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തിക്കുന്ന ഒരു മനുഷ്യരാണെന്നുള്ളത് പഴയതുപോലെയല്ല. ആളുകൾക്ക് വിവരമുണ്ടല്ലോ, ആളുകൾക്ക് നല്ല വിവരമുണ്ടല്ലോ. നമ്മുടെ ചെറുപ്പക്കാർക്ക് നല്ല ധാരണകളുണ്ടല്ലോ. ആ ചെറുപ്പക്കാർ ആലോചിക്കില്ലേ, നോക്കില്ലേ, എന്താണ് ഐക്യരാഷ്ട്രസഭ, എന്താണ് മേലെ, ആരാണ് ഇതിനെ നിയന്ത്രിക്കാനുള്ളത്, ഏത് ഗവൺമെൻറ്റാണ് മൂല്യാധിഷ്ഠിതമായി ഭരിക്കുന്നത്, ഏത് കക്ഷിയാണെന്നാൽ ഈ വക വിഷയങ്ങളിലൊക്കെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി മാത്രമേ സാധ്യമാവുള്ളൂ. മറ്റുള്ളതിനെ അപേക്ഷിച്ച് കൊള്ളാവുന്നത് ഏതെന്നുള്ളത് റിലേറ്റിവിറ്റിയാണ്, റിലേറ്റീവായിട്ട് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ അബ്സല്യൂട്ടായിട്ട് ഏതെങ്കിലും ഒരു പ്രസ്ഥാനം നല്ലതാണെന്ന് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ്. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ ചിന്തയും ആരംഭിച്ചത് നീതിയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ നിന്നും സത്യത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ നിന്നും നന്മയിൽ അധിഷ്ഠിതമായ മനുഷ്യൻ്റെ ചിന്തകളിൽ നിന്നുമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുമെങ്കിൽ വ്യവസ്ഥാപിതമായ രാഷ്ട്രീയം, വ്യവസ്ഥാപിതമായ മതം, അപ്പോൾ ഇതിൽ നടന്നു പോകുന്ന ഒരു മുസൽമാനെ കണ്ടിട്ട് ഇതാണ് ഇസ്ലാം എന്ന് പറയാൻ പറ്റില്ല. ഒരു ഹിന്ദുവിനെ കണ്ടിട്ട് ഇയാൾ ചെയ്യുന്നതാണ് ഹിന്ദുയിസം എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു പാർട്ടി പ്രവർത്തനം നടന്നു പോകുമ്പോൾ ഇയാൾ ചെയ്യുന്നതാണ് ശരിയായിട്ടുള്ള ആ രാഷ്ട്രീയ കക്ഷിയുടെ ശരിയായ രീതി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ വിഭാഗത്തിൽപ്പെട്ട അതിൽ അസംതൃപ്തരായ, ഇപ്പോൾ ഇന്ത്യയിൽ നമുക്കങ്ങനെ കാണാൻ സാധിക്കും, അധികവും നിസ്സംഗതയാണ്. ആരും ആർക്കും ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് ജനങ്ങൾക്ക് വന്നിട്ടുണ്ട്. ആരും ആർക്കും ഇല്ല, അവസാനം വരുമ്പോൾ ആരും ഉണ്ടാവില്ല എന്നൊരു ഫീലിങ്ങിലേക്ക്, നിരാശാജനകമായൊരവസ്ഥയിലേക്ക് ലോകം വഴുതി വീഴുമ്പോഴാണ് അരാഷ്ട്രീയതയും അരാജകത്വവും ഒക്കെ വരിക. അരാജകത്വം വരുമ്പോൾ
എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പാർട്ടികൾക്ക് അത് അരോചകമായി തോന്നും. അരാജകവാദം അവർക്ക് അരോചകമായി തോന്നും. ഇതുണ്ടായാൽ നമ്മളെ ഈ എസ്റ്റാബ്ലിഷ്മെൻ്റൊക്കെ തകർന്നു പോകുമല്ലോ എന്ന്. പക്ഷേ ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കണം, ആ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടല്ലാതെ ഒരു സത്യസന്ധമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പുതിയ ചിന്തയും പുതിയ പ്രസ്ഥാനവും ഇന്ന് വരെ ഉടലെടുത്തിട്ടില്ല. എല്ലാ പ്രോഫറ്റ്സും വിപ്ലവകാരികളായിരുന്നു. മാർക്സും അതുപോലെ എംഗൽസും തത്വചിന്തകന്മാരും ഒക്കെ ആ കാലഘട്ടം മാനവരാശിയുടെ മുമ്പിൽ ഉയർത്തുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് ഒരു ഫിലോസഫി ജനിക്കുന്നത്. ഒരു കാലഘട്ടം മാനവരാശിയുടെ മുമ്പാകെ ഉയർത്തുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഒരു തത്വശാസ്ത്രം. ആ തത്വശാസ്ത്രം, അതിനെ നമ്മൾ പ്രത്യയശാസ്ത്രം എന്നൊക്കെ പേരിട്ട് വിളിക്കുക. ആ തത്വശാസ്ത്രം ഭൗതികമായ സ്വഭാവമുള്ളതും ആത്മീയമായ സ്വഭാവമുള്ളതും ഉണ്ട്. എന്തായാലും ഇതിൻ്റെയൊക്കെ തുടക്കം നന്മയെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ നിന്നാണ്. പക്ഷേ ഇതിൻ്റെ ഒടുക്കം എന്ന് പറയാറായിട്ടില്ല. എങ്കിലും ഈ പ്രയാണത്തിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഈ ഒരു കാലഘട്ടം സ്വാഭാവികമായും, അപ്പോൾ ഇതിനെതിരായി എഴുതുന്നവരുണ്ട്, ഇതിനെതിരായി പറയുന്നവരുണ്ട്. അവരൊക്കെ പല രാഷ്ട്രങ്ങളിലുമായി തടങ്കൽ പാളയങ്ങളിലാണ്. പലരും തടങ്കൽ പാളയങ്ങളിലാണ്. ഇഷ്ടമുള്ളത് എഴുതാൻ വയ്യാതായി, ഇഷ്ടമുള്ളത് പറയാൻ വയ്യാതായി, ഇഷ്ടമുള്ള തരത്തിൽ പ്രതിഷേധിക്കാൻ വയ്യാതായി. ഇതിനെ തുടർന്ന് നിരപരാധികളായ അനേകം മനുഷ്യർ ജയിലറകളിൽ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തടങ്കൽ പാളയത്തിൽ വിചാരണ തടവുകാരായി കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ആരെയാണ് ഈ നേരിടുന്നത്? അവരെ ജയിലിലാക്കിയ സർക്കാരിന് എന്താണ് ഒരു ധാർമ്മികത ഉള്ളത്? ആ ജയിലിൽ പോയ അയാൾ ആ സർക്കാരിൻ്റെ ആ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നവരാണെങ്കിൽ അതിന് അയാളെ ശിക്ഷിക്കാനുള്ള എന്ത് അവകാശമാണ് ഒരു ഗവൺമെൻറ്റിനുള്ളത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതൊക്കെ മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ നമ്മൾ ദൃശ്യമാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ, പണ്ടൊക്കെ ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുമ്പോൾ പ്രധാനമായും പത്രങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. പത്രം വായിക്കാത്ത ഒരാൾ ജീവിച്ചിരിക്കാൻ അവകാശമില്ല എന്നുള്ള മട്ടിലാണ് ഞങ്ങളൊക്കെ കഴിഞ്ഞുകൂടിയിരുന്നത്. ഇന്നത്തെ പത്രം കണ്ടോ, അതാത് ദിവസത്തെ എല്ലാ വാർത്താ മാധ്യമങ്ങളിൽ നിന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയത്. അപ്പോൾ അതെല്ലാം പോയി ദൃശ്യമാധ്യമങ്ങളായി. അപ്പോൾ ഈ ദൃശ്യമാധ്യമങ്ങൾ കാണുന്ന നമ്മളുണ്ടല്ലോ, നമ്മൾ ദൃശ്യമാധ്യമങ്ങൾ കണ്ടാൽ നമുക്ക് കിട്ടുന്ന എല്ലാ ഇൻഫർമേഷനും കറക്റ്റാണോ? ശരിയായ പ്രത്യയശാസ്ത്രം സ്വീകരിച്ച് നീ നേരെ മുന്നോട്ട് പോകണമെന്നാണോ അവർ നമ്മളെ പഠിപ്പിക്കുന്നത്? ഒരിക്കലും അല്ലല്ലോ. ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങൾ ഇവിടെ പലസ്തീൻ ഗസയിലേക്കൊരു പ്രതിഷേധ സൂചകമായി സുമൂദ് ഫ്ലോട്ടില എന്ന് പറയുന്ന 44 രാഷ്ട്രങ്ങളിലെ 500 പൗരന്മാർ വിവിധ ബോട്ടുകളിലായി, കപ്പലായിട്ടില്ല എന്നാൽ മികച്ച ഒരു ബോട്ട് സംവിധാനത്തിൽ ഗാസക്കാർക്ക് സഹായവുമായി മധ്യധരണി കടന്നു പോകുമ്പോൾ എല്ലാവരും പാലസ്തീൻ പതാകകൾ ഉയർത്തിയ ധാരാളം ബോട്ടുകൾ വരികയാണ്. അതിൽ 500 രാജ്യത്തെ പൗരന്മാരാണ്. ഗ്രേറ്റ തുൻബർഗ് ഉണ്ട്, ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, എഴുത്തുകാരുണ്ട്, സാധാരണ പൗരന്മാരല്ല. അവരൊരു പിന്തുണ പ്രഖ്യാപിക്കാൻ പോകുമ്പോൾ അവരെ അവിടെ നിന്ന് ഇസ്രായേൽ മെഡിറ്ററേനിയൻ സീയിൽ വെച്ച് അറസ്റ്റ് ചെയ്യണം. ആ വാർത്ത വാസ്തവത്തിൽ ലോകത്തിൽ തന്നെ ഏറ്റവും ഈ അടുത്ത കാലത്ത് വന്ന സുപ്രധാനമായ വാർത്തകളിലൊന്നായിരുന്നു. നമ്മൾ അഭിമാനപുളകിതരാക്കിയ മറ്റ് രാജ്യങ്ങളിലെ 500 പൗരന്മാർ 44 രാജ്യങ്ങളിൽ നിന്ന് ഒരു നല്ല കോസിന് വേണ്ടി, ഒരു ജനതയ്ക്ക് വേണ്ടി, ഒരു അനീതിക്കെതിരായി പൊരുതുന്നതിൻ്റെ ഒരു പ്രതീകമായി ഒരു ബോട്ട് യാത്ര ചെയ്യണം. അവരെ പോലും തടഞ്ഞു വെച്ചു. അപ്പോൾ ആ ദിവസം ഞാൻ ദൃശ്യമാധ്യമങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സംഭവം ചില മാധ്യമങ്ങളിൽ കണ്ടു. ഭയങ്കര ആവേശകരമായ രോമാഞ്ചജനകമായ ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതിങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഞാൻ നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ മലയാളം 2-3 തുറന്നു. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്താണ്? മഹാരാജാസ് കോളേജിൻ്റെ, എറണാകുളം മഹാരാജാസ് കോളേജിൻ്റെ മുറ്റത്തുള്ള ഒരു വൃക്ഷത്തിൽ ഒരു മലമ്പാമ്പ് കയറിയിട്ടുണ്ടെന്നുള്ളതാണ്. ആ മലമ്പാമ്പിനെ കാണിക്കുന്നു. അതിൻ്റെ താഴെ കൂടി നിൽക്കുന്ന ആശങ്കാകുലരായ ജനങ്ങൾ എത്ര മണിക്കാണ് വന്നത് പോയതെന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ അന്ന് വൈകുന്നേരം 7 മണി വരെ സാർവദേശീയമായി പ്രാധാന്യമുള്ള മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ അനീതിക്കെതിരായ ഒരു പോരാട്ടം കാണിക്കുന്നതിന് പകരം 7 മണിക്ക് വനം വകുപ്പ് വന്ന് ആ പാമ്പനെ പിടിച്ചു പോകുന്നത് വരെ നമ്മളെ ദൃശ്യമാധ്യമങ്ങളിൽ ഈ മലമ്പാമ്പാണ് വിഷയം. ഈ മലയാളത്തിലുള്ള ഏതെങ്കിലും ദൃശ്യമാധ്യമങ്ങൾ കണ്ടിട്ട് ആർക്കെങ്കിലും നമ്മൾ ഇന്ത്യക്കാരാണെന്ന് മനസ്സിലാവുമോ? നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നവരാണെന്ന് മനസ്സിലാവുമോ? നമുക്ക് ശാസ്ത്രം മനസ്സിലാവുമോ? നമുക്ക് സാഹിത്യം മനസ്സിലാവുമോ? നമുക്കൊരു നല്ല പുസ്തകം പരിചയപ്പെടുത്തുമോ? നല്ല മനുഷ്യരെ പരിചയപ്പെടുത്തുമോ? ഒന്നും ഉണ്ടാവില്ല.
കാരണം എന്താ, ഈ മാധ്യമങ്ങൾ, മീഡിയാസ്, വിദ്യാഭ്യാസ സമ്പ്രദായം, ചികിത്സ എല്ലാം കോർപ്പറേറ്റ് ഭീമന്മാരുടെ കയ്യിലായി. എല്ലാം അനീതി നിറഞ്ഞതായി. ഞാൻ എല്ലാം അടച്ചാക്ഷേപിക്കുകയല്ല, അതിനിടയിൽ നമുക്ക് ധാരാളമായി ബഹുമാനിക്കപ്പെടേണ്ടുന്ന തരത്തിൽ നേരെ പ്രവർത്തിക്കുന്നവരെ ഞാൻ ആക്ഷേപിക്കുന്നില്ല. പക്ഷേ മഹാഭൂരിപക്ഷവും ജനറലി അവരെടുക്കുന്നത് നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെ നീതി അടിസ്ഥാനരഹിതമാണ്. നീതി കോടതികളിലുണ്ടെന്നാണ് നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നത്. അവിടെ ഉണ്ടോ? കോടതികളിൽ നീതി ഉണ്ടോ? എല്ലാ കോടതികളിലും ഉണ്ടോ? അപ്പോൾ ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ് തുടങ്ങി എല്ലാ സ്ഥാപനങ്ങളും ആദരണീയനായ നമ്മുടെ ലീഡർ, എൻ്റെ മാന്യ സുഹൃത്ത് ശ്രീ രമേശ് ചെന്നിത്തല കടന്നു വരികയാണ്. ഞാൻ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സംഘാടകർക്ക് വേണ്ടി സ്വാഗതം ചെയ്തു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മനുഷ്യർക്ക് ഒരു ആശ നൽകുന്ന, ജീവിതത്തിൽ പ്രതീക്ഷ നൽകുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ അരാജകവാദവും അരാഷ്ട്രീയവാദവും നമ്മുടെ നാട്ടിൽ ഉടലെടുക്കുന്നത് എന്ന് പറയേണ്ടതായിട്ട് വരും. അപ്പം അതുകൊണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ രാഷ്ട്രീയത്തെ പൂർണ്ണമായി തള്ളി പറയുകയല്ല വേണ്ടത്, അതിനെ കറക്റ്റ് ചെയ്യണം വേണ്ടത്. നമ്മൾ രാഷ്ട്രീയത്തെയും പ്രത്യയശാസ്ത്രത്തെയും ഒക്കെ കറക്റ്റ് ചെയ്യുന്ന ഒരു കറക്റ്റീവ് ഫോഴ്സായിട്ട് ഈ കാലഘട്ടത്തിൽ മാറുകയാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിലും ലോക സാഹചര്യത്തിലും ഞാൻ പറഞ്ഞതുപോലെ വളരെ ഭയാനകമായിട്ടുള്ള സ്ഥിതിവിശേഷങ്ങളുണ്ട്. അപ്പോൾ ആ ഭയാനകമായ സ്ഥിതിവിശേഷങ്ങളെ നമ്മൾ നേരിൽ കണ്ട് ആ സ്ഥിതിവിശേഷങ്ങളിൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും പ്രതീക്ഷയ്ക്ക് വക നൽകിയിരുന്ന രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നു. ഇന്ത്യയെ പുതുക്കിപ്പണിത പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉണ്ടായിരുന്നു. ആ മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയും ഒക്കെ എന്തുകൊണ്ടാണ് നമ്മൾ മഹാത്മാഗാന്ധിയെ പ്രത്യേകമായി ഒരു മനുഷ്യനും തള്ളി പറയാനാവാത്ത വിധം എന്താണ് മഹാത്മാഗാന്ധിയിൽ സവിശേഷമായിട്ടുള്ളത്? മഹാത്മാഗാന്ധിയിൽ സവിശേഷമായിട്ടുള്ളത് മൂല്യങ്ങളാണ്, ധാർമ്മികതയാണ്, സത്യമാണ്, അഹിംസയാണ്, കരുണയാണ്. അപ്പോൾ സത്യം, അഹിംസ, കരുണ, നീതി എന്നുള്ള സിദ്ധാന്തങ്ങളോട് മനുഷ്യർക്ക് ഒരു അനുകൂലമായ നിലപാട് അവനിൽ ജന്മസിദ്ധമായി തന്നെ നമ്മുടെ ഹൃദയങ്ങളിൽ അതിനനുകൂലമായിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ നവോത്ഥാന നായകന്മാർ എന്നൊക്കെ വിളിക്കുന്നത്. ഇപ്പോൾ പല മതസാരവും ഏകമെന്നു പാരാത് ഉലകിലൊരാനയിൽ അന്തരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞ് പാമരന്മാർ അലവതു കണ്ട് അലയാതെ അമർന്നൊരിടം എന്ന് ശ്രീനാരായണ ഗുരു പറയാനുള്ള കാരണം എന്താണ്? എല്ലാ മതങ്ങളും ഒന്നാണെന്ന് ഗുരു പറഞ്ഞില്ല, എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണ്. അതുകൊണ്ട് അതെല്ലാം ദുർവ്യാഖ്യാനം ചെയ്യുന്ന പാമരന്മാരെക്കുറിച്ച് നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു നമ്മളോട് പറഞ്ഞു. ഞാൻ പറയുന്നത്, ഇന്ന് നമ്മുടെ രാഷ്ട്രം സ്വീകരിക്കുന്ന മാർഗങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉള്ളതുപോലെ തന്നെ വർഗീയ ധ്രുവീകരണം ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. വംശഹത്യാ മുനമ്പിലേക്ക് ഈ രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന നിർഭാഗ്യകരമായ, ഭയാനകമായ, ഗുരുതരമായ ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ സാഹചര്യത്തിലും വിദ്വേഷ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഈ രാജ്യത്തുണ്ട്. ഞാൻ ഇന്നവരെന്നൊന്നും പറയുന്നില്ല. വിദ്വേഷ പ്രചാരകരായിട്ടുള്ള ആളുകൾ ധാരാളമുണ്ട്. വാസ്തവത്തിൽ നാളെ ഇന്ത്യയിൽ ഒരു വംശഹത്യ നടക്കുകയാണെങ്കിൽ ആ വംശഹത്യക്ക് പ്രേരിപ്പിച്ചവരുടെ കൂട്ടത്തിൽ ശിക്ഷിക്കപ്പെടേണ്ടവരും ചോദ്യം ചെയ്യപ്പെടേണ്ടവരുമാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ കാണുന്ന വിദ്വേഷ പ്രചാരകർ എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും. അവർക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. അങ്ങനെ പതുക്കെ ക്രമാനുഗതമായി, ഇപ്പോൾ അടുത്ത കാലത്ത് പറയാറില്ല, അങ്ങനെ ക്രമാനുഗതമായി സമൂഹത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഗുണകരമായോ അല്ലെങ്കിൽ ഒരു മാറ്റമായി ഭവിക്കുക. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ശരിയായ രീതിയിലുള്ള പ്രത്യയശാസ്ത്രപരമായ ശരിയായ ദിശയിലൂടെയുള്ള നമ്മുടെ യാത്ര, അതിനനുസരിച്ചുള്ള സംഘടിതമായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ, ആ സംഘടിതമായ പ്രസ്ഥാനങ്ങളുടെ എന്താണ് നിലനിൽപ്പ്, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്.
അപ്പോൾ ആ ഒരു നേർവഴിക്ക് രാഷ്ട്രീയ രംഗത്ത് കൊണ്ടുപോകുന്നതിൽ മുതിർന്ന പൗരന്മാർക്കും മുൻഗാമികൾക്കും ഇപ്പോഴുള്ളവർക്കും സംഭവിച്ചതോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതോ ആയിട്ടുള്ള അപാകതകളും വീഴ്ചകളുമാണ് ആ രാഷ്ട്രീയത്തെ തന്നെ, ആ സിദ്ധാന്തത്തെ തന്നെ ചോദ്യം ചെയ്യാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ സിദ്ധാന്തങ്ങളെ ചോദ്യം ചെയ്യാൻ, ആ സിദ്ധാന്തങ്ങളെ, ഈ സാഹചര്യങ്ങളെ ചോദ്യം ചെയ്യാൻ നമുക്ക് സാധിക്കുകയും നേർവഴിക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും വേണം എന്നാണ് എനിക്ക് ആദ്യഘട്ടത്തിൽ പറയാനുള്ളത്. താങ്ക് യു ആൾ. ഈ വിഷയത്തിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഉന്നയിക്കാം. ചടങ്ങിന് നന്ദി അറിയിക്കുന്നതിന് വേണ്ടി ശ്രീ ദിനേശ് ഇടത്തലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, രാഷ്ട്രീയവാദം ഉയർത്തുന്ന അരാജകത്വം എന്ന വിഷയത്തെ അധികരിച്ച് നമ്മോട് സംവദിച്ച ബഹുമാന്യായ KN ഖാദർ അവർക്കും സ്വാഗതം ആശംസിച്ച അബ്ദുൽ കരീം അവർക്കും അതിലുപരിയായി ഈ സദസ്സിനെ ധന്യമാക്കിയ നിങ്ങൾക്ക് ഏവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിക്കട്ടെ.